ആചാര്യശേഷി ഭാഗം 2. പ്രപഞ്ചകാരണ പൂർണ്ണതയോളം എത്താത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തന പൂർത്തീകരണം എന്ന നിലയിൽ ലോകത്ത് അവതരിക്കുന്ന ആചാര്യൻ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യമനസ്സുകളിൽ നിന്ന് വിസ്മൃതനായി തീരുന്ന സ്ഥിതിയുണ്ടാവുന്നു. പരമ്പര എന്നു പറയുന്ന വിചാരപരവും സാമൂഹികവുമായ ഒന്നിപ്പിന് ആചാര്യന്റെ പ്രബോധനങ്ങൾക്ക് ഒത്ത ലക്ഷ്യ സാക്ഷാത്കാരം സംഭവിച്ചതിന് ശേഷം നിലനിൽപ്പില്ലാത്തതായി തീരുന്നു എന്നത് സ്വാഭാവികം മാത്രമാണ്. ഉന്നത നിലവാരമുള്ളതും ശരികൾ എന്ന് കരുതിയിരിക്കുന്നതുമായ വിചാരങ്ങൾക്കും അവയ്ക്കൊത്ത ക്രമീകരണങ്ങൾക്കും നാശം സംഭവിക്കുന്നതിൻ്റെ പ്രാപഞ്ചികമായ ഉദാഹരണങ്ങൾ ജ്യോതിർഗോള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ കണ്ടെത്താനുമാവുന്നു. പ്രപഞ്ചത്തിൻ്റെ ആദിരൂപം സംജാതമായി വളരെ കാലത്തിനു ശേഷമാണ് നമ്മുടെ സൂര്യനും സൗരയൂഥം ആകെത്തന്നെയും ഉത്ഭവിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയതെന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കണ്ടെത്തലുകൾ സാധ്യമാക്കുന്ന വിവരണങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ സൗരയൂഥത്തിൻ്റെ പ്രവർത്തനം മൊത്തമായ പ്രപഞ്ചാവസാനത്തിന് വളരെ മുമ്പ് തന്നെ അസ്തമിച്ചിരിക്കുമെന്നും ബോധ്യപ്പെടാനാവുന്നു. പ്രപഞ്ചതരമായ കാരണങ്ങളും പ്രവർത്തനങ്ങളും എന്നതുപോലെ തന്നെ ത്രികാലജ്ഞാന പൂർണ്ണതയും പ്രവർത്തന സമ്പൂർണതയുമായ ശേഷിയോളം എത്താനാവാതിരിക്കുന്ന ആചാര്യ പ്രബോധനങ്ങൾക്കും പരമ്പരകൾക്കും മനുഷ്യരാശി എന്ന പ്രവർത്തനകാലത്തിൻ്റെ അന്ത്യത്തോളം നിലനിൽപ്പില്ലാത്തതും ഇടയ്ക്ക് വെച്ച് അസ്തമിക്കുന്നതും ആ ആചാര്യശേഷി അസ്തമിക്കുന്നിടത്ത് നിന്ന് പുതിയ സംസ്കാരം എന്ന ജീവപ്രവർത്തനഗതി തുടർന്ന് വരുന്നതുമായിരിക്കും. കാലത്തിനൊത്ത ആചാര്യന്മാരുടെ ആഗമനം കൊണ്ട് പുതുചിന്തകളുടേതായ സംസ്കാരങ്ങൾ പ്രാവർത്തികമാകേണ്ടത് ഉള്ളതുകൊണ്ട് തന്നെ ഭൂമിയിൽ ശക്തി ആർജിച്ചു നിൽക്കുന്ന എല്ലാ സംസ്കാരങ്ങളും മാറിമറിയേണ്ടുന്നതും അപ്രകാരം സംഭവിക്കുന്നതിനെ ആർക്കും തടയാനാവാത്തതും ആയിരിക്കും. പൗരാണികം എന്നതായി നാം അറിയുന്ന ചരിത്രത്തിലെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ സംസ്കാരങ്ങളും മാറി മറിഞ്ഞിരിക്കുന്നത് വ്യക്തമായി കാണാവുന്നതുമാണ്. പ്രവർത്തന പര്യവസാനം എന്നതായി സംസ്കാരങ്ങൾ അസ്തമിച്ചു പോകുമെങ്കിലും ആചാര്യനും പിന്തുടർച്ചക്കാരും എല്ലാം ചേർന്ന പ്രവർത്തനക്ഷമത അത്യതീവ സൂക്ഷ്മോർജമായി മനസ്സ് എന്ന നിലയിൽ പ്രപഞ്ചത്തിൻ്റെ കാരണശേഷിയുടെ ഭാഗം എന്ന അവസ്ഥയായി നിലകൊള്ളുകയും ചെയ്യുന്നതായി വരുന്നു. ജീവതരമായ പരസ്പരാകർഷണത്തിൻ്റെ മനോബലവും നിലകളുമാണ് ജനിച്ചു നിൽക്കുന്ന ജീവനുകളെല്ലാം മരിക്കുമെന്നും ജീവപ്രവർത്തനം മുഴുവനായി തന്നെ ഒരിക്കൽ അവസാനിക്കുമെന്നും പുതിയ പ്രവർത്തനങ്ങൾക്കായി വീണ്ടും ജനിക്കുമെന്നും കാണാനാവുന്നതുപോലെ സ്ഥൂലരൂപം ഇല്ലാതായി പ്രപഞ്ചം അന്ധകാരത്തിൽ വിലയം പ്രാപിച്ചതിനു ശേഷം സംഭവിക്കുന്ന പുനർനിർമ്മാണ പ്രക്രിയയിലൂടെ സംജാതമാകുന്ന നക്ഷത്രങ്ങളും നക്ഷത്ര മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന പുതുപ്രപഞ്ചം എന്നത് അഖണ്ഡതയും പരസ്പരമുള്ള അകൽച്ചയും അടുപ്പവുമെല്ലാം ആയിത്തീരുന്നതും അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പരസ്പരാകർഷണ ശക്തിയായി നിന്ന് പ്രവർത്തിക്കുന്നതുമെല്ലാം ജീവവിശേഷങ്ങളും മനോനിലകളും തന്നെയാണ്. ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമാകുന്ന ജീവതരമായ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഫലം എന്ന നിലയിൽ കാലമെത്തുമ്പോൾ അനന്ത മഹാശൂന്യതയിൽ അനവധി പ്രപഞ്ചങ്ങൾ ഉണ്ടായി വികസിക്കുന്ന അവസ്ഥയും സംജാതമാകുന്നു എന്ന് വരുന്നു. ലക്ഷ്യബോധത്തോടെ ജീവിക്കാൻ ആചാര്യന്മാർ സമൂഹങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും മുൻകാലങ്ങളിലെങ്ങും ജീവിതത്തിൻ്റെ അർത്ഥം എന്നത് പ്രപഞ്ചകാരണശേഷിയോളം എത്തുന്നതിനായുള്ള പ്രയത്നം ആണെന്ന വ്യക്തത ലഭിക്കാൻ മനുഷ്യന് സാധ്യമാവാതെ പോവുകയാണ് ചെയ്തത്. ലക്ഷ്യബോധത്തിൻ്റെ സത്യം സാധാരണ ജനങ്ങൾക്ക് ഒരളവോളമെങ്കിലും വെളിപ്പെടുന്നത് ജീവന്റെ പരമാവധി ലക്ഷ്യത്തോളം അറിയാൻ ആവാത്തവരെങ്കിലും കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രകാരന്മാരായ ധന്യജീവനുകളുടെ സംഭാവനകളായ അറിവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്ന മാധ്യമങ്ങൾ എന്ന ശക്തിവിശേഷങ്ങളിലൂടെയുമാണ്. ശാസ്ത്രീയ നേട്ടങ്ങൾ എന്ന ഈ മാധ്യമ ശക്തിവിശേഷങ്ങളെ ആചാര്യന് ഒത്ത ലക്ഷ്യപൂർണതയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും
ലക്ഷ്യം തെറ്റാതെ പ്രവർത്തിപ്പിക്കുകയും എന്നത് നാം അറിയുന്ന ഈ കാലത്തിൻ്റെ നിതാന്ത ജാഗ്രത തന്നെ ആകേണ്ടിയുമിരിക്കുന്നു. നമ്മെ എല്ലാവരെയും ഈ വിധത്തിലുള്ള കാലാതീതമായ ഒരറിവിൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നവരോടും പ്രപഞ്ചം എന്ന അതിവിശാല ശക്തിവിശേഷത്തിൻ്റെ പ്രവർത്തന കാരണം എന്ന നിലയിൽ ശേഷിക്കൊത്തവണ്ണം ഓരോരുത്തരെയും അവകാശികളാക്കി തീർക്കുന്ന വിധം കഠിന പ്രയത്നം ചെയ്തവരോടും നാം ഓരോരുത്തരും എന്നെന്നും നന്ദിയുള്ളവരും കടപ്പെട്ടിരിക്കുന്നവരും ആയിരിക്കണമെന്നുമുള്ള ബോധം ഒന്നുകൊണ്ടു മാത്രം ഓരോ ജീവനെയും വഴിതെറ്റാതെ സൂക്ഷിക്കുകയും ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കാം. പ്രവർത്തനക്ഷമത എന്ന നിലയിൽ ധാരാളമായ പൂക്കളോ മുകുളങ്ങളോ പോലുള്ള ജീവവിഭജന പ്രക്രിയയ്ക്ക് ഉതകുന്ന അവയവങ്ങളൊന്നും സംജാതമാകാത്ത അവസ്ഥ എന്നതാണ് ജന്തുക്കളെ സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന പ്രധാനമായ പ്രത്യേകത. ഒരു ജന്തുവിനെയും സസ്യത്തെയും താരതമ്യം ചെയ്ത് കണ്ടാൽ അവികസിതമെങ്കിലും സസ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വയം പ്രവർത്തനവും ലക്ഷ്യബോധവും ജന്തുവിന് ഉള്ളതായി തിരിച്ചറിയാനാവുന്നു. സസ്യങ്ങളിൽ നിന്ന് ഭിന്നമായി ജന്തുക്കളിൽ ലക്ഷ്യബോധവും സ്വയം പ്രവർത്തനവുമായി സംഭവിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാനാവുക, ജീവൻ സ്വയം പ്രവർത്തനാത്മകമായാൽ പിന്നെ വിചാരപരമായ ഒരു കേന്ദ്രീകൃത സ്വഭാവം സംജാതമാക്കി എല്ലാറ്റിനെയും തന്നിൽ ലയിപ്പിച്ച് നിർത്തേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ്. ജന്തു എന്ന നിലയിൽ ജീവൻ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളായി തുടങ്ങി പടിപടിയായി മുമ്പോട്ടു പോയി മനുഷ്യനിലെത്തുമ്പോൾ സംഭവിക്കുന്ന ശരീരത്തിൻ്റെ അതിസങ്കീർണതയും പ്രവർത്തന വൈവിധ്യങ്ങളും മനസ്സും ലക്ഷ്യബോധവുമെല്ലാം കൊണ്ട് വ്യക്തമാക്കുന്നത് ജീവനിൽ വിചാരപരമായ ഒരു കേന്ദ്രീകൃത സ്വഭാവം സംജാതമാകുന്നു എന്നാണ്. സകലതും തന്നിലേക്ക് സൂക്ഷ്മതരമായി കേന്ദ്രീകരിക്കാൻ ശേഷി പ്രാപിക്കുന്ന ജീവൻ ജനിമൃതികൾക്കിടയിലെ നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെയും സങ്കല്പങ്ങളിലൂടെയും ആർജിച്ച ശേഷി ഉപയോഗിച്ച് അത്യന്തം സുഖകരമായ അനുഭവങ്ങളിലൂടെ ജീവിക്കുന്നതിന് പ്രാപ്തിയുള്ളവനും ആയിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജീവന്റെ സുഖജീവിതപ്രാപ്തി എന്ന അവസ്ഥയെ ധാരാളം കർമ്മങ്ങൾ ചെയ്ത് ജന്മാന്തരങ്ങൾ കടന്നു വന്ന ജീവശേഷിയും യോഗ്യതയും എന്നതായി കാണാനാവുന്നു. സുഖകരമായ ജീവിതത്തിനുള്ള പ്രാപ്തി ലഭിക്കുന്നതിനുള്ള എളുപ്പവഴി എന്നത് ഉജ്ജ്വലശേഷിയുള്ള ജീവനുകളെ സങ്കൽപ്പിച്ച് ആ ജീവനുകളുടെ സങ്കല്പങ്ങൾക്ക് ഒത്തവിധം കർമ്മം ചെയ്ത് നേടുന്ന വിധത്തിലുമാണ്. ജീവൻ പുണ്യാർജിതമാകുന്നതോടെ സൗഭാഗ്യങ്ങൾ അനുഭവമായിത്തീരുന്ന അവസ്ഥ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുകൾ കുറഞ്ഞതും സുഖകരവും ആസ്വാദ്യകരവും ആകുന്നു. എത്ര തന്നെ സുഖിച്ചാലും മതിവരാത്ത പുണ്യഭരിതമായ അവസ്ഥയിൽ തുടരുന്നതിനും അവിടെ വരെ എത്തിപ്പെടാത്ത ജീവനുകൾക്ക് ആ അവസ്ഥ നേടിയെടുക്കുന്നതിന് ഉണ്ടാവുന്ന അഭിനിവേശങ്ങളുമാണ് മനുഷ്യന്റെ ഭൗതിക പുരോഗതികൾക്കെല്ലാം കാരണമായി തീരുന്നത്. ജീവൻ പുണ്യഭരിതമായിരിക്കുന്നതിലൂടെ സംഭവിക്കുന്ന സുഖകരമായ ജീവിതാനുഭവങ്ങളും ശാസ്ത്രീയ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും എന്നുള്ളതാകട്ടെ ആ സുഖാനുഭവങ്ങൾ ആസ്വദിക്കുന്ന ജീവനുകളുടെ കാരണോർജ്ജമായ ആചാര്യന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമായിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിചിത്രം എന്നു തോന്നാവുന്ന യാഥാർത്ഥ്യം. യേശുവിൻ്റെയും ബുദ്ധൻ്റെയുമൊക്കെ ത്യാഗപൂർണമായ ജീവിതവും പരമ്പരകളുടെ ഇന്നത്തെ അവസ്ഥയും താരതമ്യം ചെയ്യുന്നതിലൂടെ മുൻപറഞ്ഞ യാഥാർത്ഥ്യം വ്യക്തമാവുക തന്നെ ചെയ്യുന്നു. ജീവൻ പരിണാമപ്പെട്ട് പൂർണ്ണതയിൽ എത്തിച്ചേരുക എന്നത് പ്രപഞ്ചകാരണശേഷിയുടെ പദ്ധതിയും കാലത്തിൻ്റെ പ്രവർത്തന ലക്ഷ്യവും ആകുന്നത് നിമിത്തം പുണ്യഭരിതമായ അവസ്ഥയിലൂടെ സംഭവിക്കുന്ന സുഖകരമായ ജീവിതഗതി തുടർന്നു പോകുന്നതിന് വളരെയൊന്നും സാധ്യമാവുന്നില്ല എന്നതാണ് പരമാർത്ഥം. കാരണബോധത്തോളം എത്താത്തതും അന്തിമ ലക്ഷ്യത്തെക്കുറിച്ച് അറിവില്ലാത്തതോ ആ അവസ്ഥയിലേക്ക് കടക്കാൻ പ്രാപ്തിയില്ലാത്തതോ ആയി നിൽക്കുന്ന ജീവന്റെ ഘട്ടമാണ് സുഖഭോഗ അനുഭവങ്ങളായി വന്നു ഭവിക്കുന്ന പുണ്യഭരിതമായ കാലം.
സുഖഭോഗ അനുഭവങ്ങളുടേതായ കാലം എന്നത് യോഗ്യതരമായ മുൻകാല പ്രവൃത്തികളിലൂടെ ജീവന് അവകാശമായി ലഭിക്കുന്ന സൂക്ഷ്മമായ സമ്പത്തിന്റെ വിനിയോഗം എന്നത് ആയിരിക്കുകയും ചെയ്യുന്നു. സുഖ ദുഃഖങ്ങളുടെ ഭാവവൈവിധ്യങ്ങളായി സംഭവിക്കുന്ന സകലവിധമായ അനുഭവങ്ങളും കടന്നുപോയതിനു ശേഷം മാത്രമേ ജീവന് പൂർണ്ണത പ്രാപിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നതുകൊണ്ട് സർവ സൗഭാഗ്യങ്ങളുടേതായ ഘട്ടവും ജീവന് അനിവാര്യത എന്ന നിലയിൽ അനുഭവമായി തീരേണ്ടതായിട്ട് ഇരിക്കുന്നു. സുഖഭോഗങ്ങളുടെ ഘട്ടത്തിലെത്തി കർമ്മം ചെയ്ത് അനുഭവിച്ച് പൂർത്തീകരിച്ചാൽ പിന്നെ ജീവന് അനിവാര്യമായും അടുത്ത പടിയിലേക്ക് കടക്കേണ്ടതായി വരുന്നു. പ്രപഞ്ചം ജനിച്ചത് തന്നെ പ്രവർത്തനതരമായ സകലതും ചേരുന്ന കേന്ദ്രീകൃതമായ അതിസമ്മർദ്ദം നിമിത്തം ആയിരുന്നതുകൊണ്ട് ജീവശേഷിക്കും കാരണോർജം എന്ന നിലയിൽ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് പ്രാപഞ്ചികമായ അനുഭവങ്ങൾക്ക് തുല്യമായ ജീവതരമായ അനുഭവങ്ങൾ കടന്നു പോകേണ്ടതായിട്ടിരിക്കുന്നു. പ്രപഞ്ചം എന്ന സമ്പൂർണ്ണ ശേഷിയെ നിരീക്ഷിക്കുമ്പോൾ കാണാനാവുന്ന എന്തെല്ലാമുണ്ടോ അതിൻ്റെയെല്ലാം സങ്കീർണത എന്ന നിലയിലല്ലാതെ യാതൊന്നും ജീവപ്രവർത്തനത്തിൽ കാണാനാവുകയില്ലാത്തതുകൊണ്ട് ഈ സുഖാവസ്ഥ കടന്നുപോകുന്ന അതിസമ്മർദ്ദത്തിലൂടെയല്ലാതെ ജീവന് പൂർണ്ണതയിലേക്ക് കടക്കുന്ന ജ്ഞാനമാർഗം ലഭ്യമാവുന്നില്ല എന്ന് വരുന്നു. ഭരിതമായ പുണ്യത്തിലൂടെ സാധ്യമാവുന്ന ഭൗതിക സൗഭാഗ്യങ്ങളുടേതായ അവസ്ഥ കടന്ന് ജ്ഞാനമാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവന്റെ അറിവാകുന്ന അതീവ സൂക്ഷ്മോർജത്തിന്റെ നിർമ്മിതിക്കായി എടുത്തുപയോഗിക്കാൻ ഉണ്ടാവുന്നത് ജീവനിൽ തന്നെ നിക്ഷിപ്തമായി തീരുന്നതും ചുറ്റുപാടുകളുമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് ലഭ്യമാവുന്ന ഭാവവൈവിധ്യങ്ങളോടെ നിലകൊള്ളുന്ന ഊർജം എന്നത് മാത്രമാണ്.